ഹായ് ഗായ്സ്, എൻ്റെ ഒരു പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വെച്ചാൽ സൺഡേ ഔട്ടിംഗ് ആണ്. സൺഡേ ആണല്ലോ. അങ്ങനെ ക്യൂൻസ് വാക്ക് വേയിൽ നിന്ന് നേരെ പുതുവൈപ്പിൻ ബീച്ചിലേക്ക്. ബീച്ചിൽ പോവാന്നുള്ള ഉദ്ദേശത്തിലാണ് പോയത്. പക്ഷെ ക്രൗഡ് കാരണം ഞങ്ങൾക്ക് അവിടെ ഇറങ്ങാൻ തോന്നില്ല. പിന്നെ അവിടെ അങ്ങ് അറ്റത്തൊരു ബീച്ചുണ്ട്, അതും വൈപ്പിൻ ബീച്ച് തന്നെയാണ്. ഞങ്ങൾ മുന്നേ പോയിട്ടുണ്ട് അവിടെ. അപ്പൊ വലിയ ക്രൗഡൊന്നും ഇല്ല എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവിടെ വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോ നമ്മുടെ എല്ലാ പ്രതീക്ഷയും പാളിയിട്ടുള്ള നോക്കി നിപ്പാണ് ഇപ്പൊ കണ്ടത്. പിന്നെ ഞണ്ടൊക്കെ ഓടുന്നു, സൺസെറ്റിന് സമയമായി, പിന്നെ നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. പിന്നെ നീലുവിന്റെ കളി, നീലുവിനെ എങ്ങനെയെങ്കിലും വെള്ളത്തിലോട്ട് ഇറക്കണം. നീലു പക്ഷെ വെള്ളം കാണുമ്പോൾ ഓടുന്നുണ്ട്. രോഹിത്തേട്ടൻ എങ്ങനെയൊക്കെയോ പിടിച്ച് വലിച്ചു കൊണ്ടുവരും. നീലുവിനെ എവിടേക്കോ ഇഷ്ടപ്പെട്ടു, പക്ഷെ എന്നാലും ഉള്ളിൽ ഒരു പേടിയുണ്ട്. അതാണത്. ഇപ്പം മുഖം മാറും, ഈ ചിരിയൊക്കെ ഇപ്പം മാറും. ഇപ്പൊ ഈ വെള്ളം വരുമ്പോഴേക്കും നീലുവിന്റെ മുഖം മാറും. നീലു തിരിച്ച് കരയിലോട്ട് കയറി ഓടുന്ന വെച്ചാൽ അവർക്ക് ഇങ്ങനെ നടക്കാനാണ് കൂടുതൽ ഇഷ്ടം. ബീച്ചിലും ഒക്കെ ആയിട്ട്, പാർക്കിലും അങ്ങനെയൊക്കെ വിട്ട് അവള് ഏറ്റവും കൂടുതൽ ചെയ്യുക, കളിക്കാൻ ഒന്നും ചെയ്യില്ല. അവൾക്ക് നടക്കണം, ഇങ്ങനെ നടക്കണം. പക്ഷെ ഈ ബീച്ചിന്റെ അവസ്ഥ പറയാതിരിക്കാൻ വയ്യ. ഒട്ടും വൃത്തിയില്ലാത്ത ബീച്ചായിരുന്നു. ഞങ്ങൾ ഇതിന് മുന്നേ വന്നപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. നല്ല ബീച്ചായിരുന്നു, വലിയ ക്രൗഡൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി. ഭയങ്കര ക്രൗഡഡുമാണ്, അതുമാത്രമല്ല വൃത്തിയുമില്ല. കുപ്പിച്ചില്ലൊക്കെയാണ് ഫുള്ളും കിടക്കുന്നത്. ഞങ്ങൾക്ക് ഇങ്ങനെ സേഫായിട്ട് പിള്ളേരെ നടക്കാൻ വിടാനേ പറ്റണില്ല. അതാണ് അവസ്ഥ. എല്ലാരും കുറച്ച് സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ ബീച്ചിൽ വരണ, സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയൊക്കെ. പക്ഷെ ഈ ബീച്ചിൽ കാണാൻ നമുക്കിങ്ങനെ ഇറങ്ങാൻ പോലും തോന്നില്ല. എങ്ങനെയാണ് തിരിച്ചൊന്ന് കയറി പോയാ മതി എന്ന് തോന്നാം. പക്ഷെ അത്രയ്ക്കും വൃത്തിയില്ല. പിന്നെ ഞങ്ങൾ വന്നതല്ലേന്ന് വെച്ച് നീലിനെ കുറച്ചു നേരം അവിടെ കളിക്കാൻ വിട്ടു. നടക്കട്ടെ എന്ന് വെച്ച് വൃത്തിയുള്ള സ്ഥലം നോക്കിയിട്ടാണ് വിടുന്നത്. നടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ചു നേരം വിട്ട് സൺസെറ്റ് കണ്ടൊക്കെ കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു പോവാം, വേറെയും കുറച്ച് ആവശ്യങ്ങളുണ്ട് അന്ന് വിചാരിച്ചിട്ടേ നീലു കളിക്കുക. ഇതെല്ലാം കഴിഞ്ഞ് നീലുവിനെ വലിച്ചടച്ച് കൊണ്ടുകൊണ്ട് രോഹിത്തേട്ടൻ്റെ കയ്യിലും നിൽക്കില്ല. വാശി കയറി കഴിഞ്ഞാൽ ഭയങ്കര വാശിയാണ് അവൾക്ക്, രക്ഷയില്ലാത്ത വാശിയാ. പിന്നെ എങ്ങനെയൊക്കെയോ കാലിലൊക്കെ വെള്ളം ഒഴിച്ച് കഴുകി ഫുൾ മണ്ണൊക്കെ കളഞ്ഞ് ഷൂ ഒക്കെ ഇടണം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്ക് ഞങ്ങള് ഓക്കെ. ബൈക്കിൽ കയറിയ പിന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല, കരച്ചിലൊക്കെ അങ്ങ് നിൽക്കും. പിന്നെ വരുന്ന വഴിക്ക് ക്രൗഡ് കണ്ടില്ല, ഭയങ്കര ക്രൗഡായിരുന്നു. മീൻസ് ഇന്ന് സൺഡേ ആണ്, പിന്നെ നാളെ എന്തോ പെരുന്നാളൊക്കെ അല്ലേ, അപ്പൊ അതിൻ്റെയൊക്കെ തിരക്കായിരിക്കണം. അവിടുന്ന് നേരെ ഞങ്ങൾ പോയത് ബ്രോഡ്വേയിലേക്ക്. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോ അങ്ങനെ നേരെ ബ്രോഡ്വേയിലേക്ക് വന്നു. ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് ബ്രോഡ്വേയിൽ കടകളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ കടകളും അടച്ചേക്കായിരുന്നു. സാധാരണ സൺഡേ പക്ഷെ ഇത്തിരിയെങ്കിലും കടകൾ ഉണ്ടാവേണ്ടത്, പക്ഷെ ഇന്ന് തീരെയും കടകളൊന്നും ഉണ്ടായില്ല. പിന്നെ ഞങ്ങൾ നല്ലോണം ദാഹിച്ചു. അങ്ങനെ ഒരു നാരങ്ങ സർബത്ത് കുടിച്ചിട്ട് നേരെ പോത്തീസിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു അത്യാവശ്യം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നീലൊരു ചപ്പല് വാങ്ങിക്കണം. ചില വളരുമല്ലോ, അവള് ചെരുപ്പും കാര്യങ്ങളൊക്കെ ചെറുതായി തുടങ്ങി. അപ്പം അവൾക്ക് 2 ചപ്പല് വാങ്ങിക്കണം. അങ്ങനെ ചെറിയത്. അപ്പം നീ ഇപ്പൊ മനസ്സിൽ വിചാരിക്കായിരിക്കും എൻ്റെ അടുത്ത അംഗം ഇവിടെയാണെന്ന്. പിന്നെ നേരെ എസ്കലേറ്റർ കയറി 3rd ഫ്ലോറിലേക്ക് പോകും. 3rd ഫ്ലോർ പോയാൽ നീലുവിനും രോഹിത്തേട്ടനും ഒരുപോലെ ഇഷ്ടപ്പെട്ട സ്ഥലം. മീൻസ് അവിടെ എത്തിക്കഴിഞ്ഞാൽ രണ്ടുപേരും 2 സൈഡിലേക്ക് പോകും, എങ്ങോട്ടാണെന്ന് അറിഞ്ഞൂടാ. പിന്നെ നീലു ബോള്, എപ്പോഴത്തെയും പോലെ ബോള്, ഇതാണ് അവള് ഫസ്റ്റ് നോക്കുക, ബോൾ. പിന്നെ അത് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് എടുക്കാൻ പറ്റുന്ന ടോയ്സ് ഇവിടെ ഉണ്ടായിരുന്നത്. നേരെ ഇങ്ങോട്ട് വെച്ച് പിടിച്ച് ഒന്നെടുത്ത് ഓടും. ഇപ്പൊ ഒരു ഓട്ടമുണ്ട്, ഓടി അപ്പൊ തന്നെ മതിയാവുകയും ചെയ്യും. എന്നിട്ട് അതിനെ അവിടെ എവിടെയെങ്കിലും കൊണ്ടിട്ടിട്ട് അടുത്ത് അവള് വേറെ എന്തിനെങ്കിലും പുറകെ പോകും. അത് കഴിഞ്ഞ് ടാസ്ക് രോഹിത്തേട്ടനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. പക്ഷെ നീലുവും രോഹിത്തേട്ടനെ ഒരുമിച്ച് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാ. ഞാൻ നീലുവിന്റെ പിറകെ തന്നെ ഓടി. രോഹിത്തേട്ടനെ പിന്നെ കുഴപ്പമില്ലല്ലോ, പക്ഷെ നീലു അങ്ങനെയല്ലല്ലോ, വിടാൻ പറ്റില്ലല്ലോ. അങ്ങനെ നീലു എങ്ങോട്ടൊന്നില്ലാത്ത ഓട്ടം, എവിടെ ചെന്ന് നിൽക്കുമെന്നല്ലോ അവൾക്കറിയില്ല, അങ്ങനെ ഓടുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇനി രോഹിത്തേട്ടനെ കണ്ടുപിടിക്കും. നേരെ രോഹിത്തേട്ടനെ തപ്പിതിറങ്ങി. നീലുവും എനിക്ക് തോന്നുന്നു രോഹിത്തേട്ടനെ നോക്കിയിട്ടായിരിക്കണം നടക്കുന്നത്. രോഹിത്തേട്ടനെ കാണുന്നില്ല.
എന്നിട്ട് നീലു നേരെ ഈ വണ്ടിയുടെ പുറത്തായി. അവൾക്ക് ഈ വക സാധനങ്ങൾ കാണുമ്പോൾ ഭയങ്കര ഇതാ. പക്ഷെ ആ സൈക്കിളിൽ കയറാനല്ല അവള് നോക്കണം, അതുവഴി ആ പച്ച സംഭവല്ലേ അതിന്റെ പുറത്ത് കയറാനാണ് നോക്കുന്നത്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 1600 സംതിങ് ആയിരുന്നു. പക്ഷെ ഇത് കുറച്ച് പഴകിയ സാധനമാണ്, ഫുൾ സ്ക്രാച്ചും അഴുക്കും ഒക്കെ ആയി. അതുകൊണ്ട് അവരത് ഡിസ്കൗണ്ട് പ്രൈസിൽ അങ്ങനെ 10%, 20%, അങ്ങനെ എന്തോ. പക്ഷെ ഇതുപോലത്തെ പീസ് വേറെ അവിടെ ഇല്ലാന്ന് തോന്നി, ഇതൊന്നും തന്നെ ഉള്ളൂ. അങ്ങനെ രോഹിത് തന്നെ കണ്ടു കിട്ടി. ആ കണ്ടു കിട്ടിയ ചിരിയാണ് ആ കാണുന്ന മുഖത്ത്. എന്തോ ഹോട്ട് വീൽസ് തപ്പി പോയതാണ് രോഹിത്തേട്ടൻ. അത് ഞാൻ നീത പിന്നെയും ടോയ്സിന്റെ പുറകെ. ഇതൊക്കെ വേണ്ട, വെറുതെ നോക്കാം. അവൾക്ക് ഇതിനോടൊന്നും ഒട്ടും താല്പര്യമില്ല. അവൾക്ക് ഈ വണ്ടിയിലൊരു നോട്ടം ഉണ്ടായിരുന്നു, പക്ഷെ വെറുതെയാണ്. ഇതുപോലെ ഞങ്ങൾ ഇവിടെ നിന്നോ അതുപോലത്തെ ഒരു കുതിരയെ വാങ്ങിച്ചു പോയിട്ടുള്ളൂ, പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അത് കഴിഞ്ഞ് അവൾക്ക് നമുക്ക് എടുക്കാനുള്ള സാധനമൊക്കെ എടുത്ത് പെട്ടെന്ന് ഇറങ്ങി വീട്ടിലോട്ട് പോവാം. ഇതിന്റെ വാശി കയറി തുടങ്ങി. അപ്പൊ ഇതാണ് ഇന്നത്തെ വിശേഷം.